സുജൂദിന്റെ ശ്രേഷ്ഠതയെ സംബന്ധിച്ച് സുജൂദിന്റെ അടയാളമുള്ള സ്ഥലം നരകാഗ്നി സ്പർശിക്കുകയില്ല എന്ന് സഹീഹായ ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയാം, നരകത്തിൽ പോകേണ്ട ആൾക്കാരേക്ക് നരകത്തിലാക്കി സ്വർഗാവകാശികളേക്ക് സ്വർഗത്തിലുമാക്കിയിട്ട് പിന്നെ അള്ളാഹു നരകത്തിൽപ്പെട്ട കുറെ ആളുകൾ അതിൽ നിന്ന് പിന്നീട് രക്ഷപ്പെടുത്തും എന്ന് ശഫാഅത്ത് എന്ന ആ വിഷയത്തെ സംബന്ധിച്ച് പരലോകം വിഷയം പ്രതിപാദിച്ചപ്പോൾ നിങ്ങൾ കേട്ടു കഴിഞ്ഞു. ആ ഹദീസിന്റെ മധ്യേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നരകാവകാശികളിൽ നിന്ന് അള്ളാഹു ആരോടെങ്കിലും കരുണ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ മലക്കുകളോട് അള്ളാഹു കൽപ്പിക്കും, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചിരുന്ന മുവഹിദീങ്ങളെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. അങ്ങനെ ഫയുഖ്രിജൂനഹും, മലക്കുകൾ ഇവരെ പുറത്തു കൊണ്ടുവരും. വയഅരിഫൂനഹും ബിആസാരി സുജൂദി, സുജൂദിന്റെ അടയാളങ്ങളാൽ ഇവർ പ്രത്യേകം തിരിച്ചറിയപ്പെടും. വഹറമല്ലാഹു അലന്നാർ, അള്ളാഹു നരകാഗ്നിയുടെ മേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു അൻ തഅകുല അസറ സുജൂദി, സുജൂദിന്റെ അടയാളം ഈ തിന്നരുത് എന്ന് പടച്ചവൻ വിലക്കിയിട്ടുണ്ട്. അപ്പൊ ഫകുല്ലു ബിനു ആദം തഅകുലുഹുന്നാർ, മനുഷ്യനെ മുഴുക്കെ തീ നശിച്ചുടക്കും. ഇല്ലാ അസറ സുജൂദ്, സുജൂദിന്റെ ആ അടയാളം ഒഴികെ അവിടെ തീ സ്പർശിക്കുകയില്ല എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്ത് സഹീഹായ ഹദീസിൽ കാണുന്നു. അത് ആ സുജൂദിനോട് പടച്ചു തമ്പുരാനുള്ള ഏറ്റവും വലിയ സ്നേഹമാണ്. ആരുടെങ്കിലും നമ്മൾ തവിച്ചു മരിച്ച് നടക്കുന്ന നിലത്താണ് പടച്ചോന് വേണ്ടി നമ്മുടെ ഈ മുഖം വെക്കുന്നു, അതുപോലെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള വേറൊരു കാര്യമല്ല. അതുകൊണ്ട് അതിന് പ്രത്യേകം പരിഗണന റബ്ബുൽ ആലമീൻ പ്രദാനം ചെയ്യുന്നു.